നമ്മുടെ ജീവിതത്തിലെ മിസ്സിംഗ് ആയ ഡോക്യുമെൻറ്റുകൾ, ഓർണമെൻറ്റുകൾ, ലാൻഡുകൾ, ജോലി, നമ്മളുടെ ബ്രേക്കപ്പായി പോയ നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ ചില മേഖലകൾ, ചില ബിസിനസ്സുകൾ നന്നായിട്ട് കയ്യിലുണ്ടായിരുന്നു എന്നൊരു കാലത്ത് അഭിമാനത്തോടെ പറഞ്ഞതും പെട്ടെന്നൊരു ദിവസം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് പോലെ ഇല്ലാതായി പോയതും ഇപ്പോൾ അതിനെ ഓർക്കുമ്പോൾ ഒന്ന് കണ്ണ് നിറഞ്ഞല്ലാതെ അതിനെ ധ്യാനിക്കാൻ കഴിയാതെ വണ്ണം വേദന മനസ്സിലിപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നഷ്ടബോധം, ആ നഷ്ടബോധത്തെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ജീവിതത്തിൽ നിനക്കത് തിരിച്ചു കിട്ടാൻ പോകുകയാണ്. അത് മടങ്ങി വരാൻ പോകുകയാണ്. ആ മഹാദൈവ പ്രവൃത്തിക്ക് നിങ്ങളുടെ ലൈഫിൽ വിടുതലിൻ്റെ സമയമായി. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം. നിന്നെയൊക്കെ ആര് സഹായിക്കാനാ? ജീവിതത്തിൻ്റെ നിസ്സഹായമായ ചില സമയങ്ങളിൽ ഏറ്റവും സ്നേഹിക്കുന്ന ചിലരുടെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ഇന്നത്തെ ഈ ഒരു പ്രവചന ദൂത് ഏറ്റവും കൂടുതലായി ഇടപെടാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയത്തോടാണ്. ട്രേഡിങ്ങിൽ പണമിട്ട് തനിക്കുണ്ടായിരുന്ന നല്ല ഒരു സേവിങ്സ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയതിനാൽ പെട്ടെന്ന് പാപ്പരായി ഒരു ജോലി കൊണ്ട് കിട്ടുന്നത് തനിക്ക് ജീവിക്കാൻ തികയാതെ മാസം വലിയൊരു ബാധ്യത സാമ്പത്തികമായിട്ട് കൊടുത്തു തീർക്കേണ്ട ഒരു പ്രശ്നത്തിന് മുമ്പിൽ മരിച്ചേക്കാമെന്ന് കരുതി തീരുമാനമെടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു സഹോദരൻ നമ്മുടെ പ്രവചന ദൂത് കണ്ടു. ആ പ്രവചന ദൂത് കണ്ട് അദ്ദേഹം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. സങ്കടങ്ങളും തൻ്റെ ലൈഫിൽ തനിക്ക് കണക്ക് കൂട്ടലുകൾ പിഴച്ചു പോയതിനെക്കുറിച്ചെല്ലാം വളരെ വേദനയോടെ ആ മനുഷ്യൻ ഓരോന്നോരോന്നായി പറഞ്ഞു. തനിക്ക് ഏറ്റവും വിശ്വാസമുണ്ടായിരുന്ന തൻ്റെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. തനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും ആ ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ തനിക്ക് വിടുതൽ കിട്ടുമെന്നുള്ളത് ആ മനുഷ്യന് ഉറപ്പായിരുന്നു. സ്വാഭാവികമായും ഇങ്ങനൊരു പ്രോബ്ലം വന്നപ്പോൾ തനിക്ക് പ്രതീക്ഷയും വിശ്വാസവുമുള്ള ആ ദൈവദാസൻ്റെ അരികിലേക്ക് തന്നെ ചെറുപ്പക്കാരൻ ചെന്നു. എനിക്കിങ്ങനെയൊക്കെ പറ്റിപ്പോയി, എൻ്റെ ഈ ലൈഫിൻ്റെ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും എന്നെ എങ്ങനെയും ഒന്ന് കരം കയറ്റണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധയോടെ ഈ ചെറുപ്പക്കാരൻ്റെ വേദനകളെയെല്ലാം കേട്ടിരുന്ന ശേഷം ഒരു മറുപടി അദ്ദേഹം പറഞ്ഞു. ആ മറുപടിയാണ് ഈ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് നീങ്ങാൻ ഈ ചെറുപ്പക്കാരനെ പ്രേരിപ്പിച്ചത്. ഒരു പക്ഷേ അവന് നേരിട്ട ആ ഒരു പ്രോബ്ലത്തെക്കാളും വലിയൊരു പ്രോബ്ലത്തിലേക്ക് അവനെ കൊണ്ടുപോയി ചാടിച്ചത് ആ ഒരു വാക്കായിരുന്നു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു: ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിന്നെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നീ ഇനി രക്ഷപ്പെടത്തുമില്ല. ഇങ്ങനെ ദൈവത്താൽ പോലും താൻ കൈവിടപ്പെട്ടിരിക്കുന്നു, ദൈവം പോലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന നിലയിൽ പെട്ടെന്ന് ഈ പയ്യൻ്റെ ലൈഫിൽ സംഭവിച്ച പ്രശ്നങ്ങളുടെ ആധിക്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പ്രയർഫുള്ളി കൈത്താങ്ങിയ ആ ദൈവദാസൻ്റെ അകത്തെ ഫെയ്ത്ത് പെട്ടെന്ന് ഇടിഞ്ഞു താന്നു പോവുകയും ആ വിശ്വാസ തകർച്ചയിൽ ആ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനോട് ആ വാക്ക് പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി മടങ്ങി വരുന്ന വഴിയിൽ വാഹനം അതിവേഗത്തിൽ ഓടിച്ച് എവിടെയും ഇടിച്ചു കയറ്റി തീരണമെന്ന് ഓർത്തു. പക്ഷേ കഴിഞ്ഞില്ല. കുഞ്ഞിൻ്റെ മുഖം ഓർത്തു, വല്ലാത്ത വേദനയായിരുന്നു. വൈഫിനെ ഓർത്തു, വല്ലാത്ത സങ്കടമായി വീട്ടിൽ വന്നു. ഭയങ്കരമായ ദുഃഖത്തോടു കൂടി ആയിരിക്കുന്ന സമയത്താണ് ഈ ദൈവാലോചന അവരുടെ കാതുകളിൽ എത്തുന്നത്. പിന്നെ ഈ ഒരു സങ്കടവുമായി എന്നെ വിളിച്ചു. ഈ ഒരു വിഷയത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുവാനായി ഞങ്ങൾ ടൈം തീരുമാനിച്ചു. അങ്ങനെ ഈ വിഷയത്തെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എടുത്തു വെച്ചപ്പോൾ എന്നോട് അദ്ദേഹം ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ: എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു തകർച്ചയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമോ ഇല്ലയോ? പാസ്റ്റർ എന്ത് പറയുന്നു? സ്വാഭാവികമായും വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ദൈവത്തെ കൊണ്ട് കഴിയും. കാരണം ദൈവം ആരാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ലെന്നും അറിയാം. പക്ഷേ ഈ സ്പെഷ്യൽ കേസിൽ, ഈ പ്രല്ലാത്ത സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവം എന്നെ കൈവിട്ടു എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ താൻ ഏറ്റവും ദൈവത്തിൻ്റെ വാഗ്ദാനം പറയുന്ന മനുഷ്യനായി വിശ്വസിച്ചിരുന്ന ഒരാളുടെ വായിൽ നിന്ന് ഒരു നെഗറ്റീവ് വേർഡ് കേട്ടതിനെ തുടർന്ന് മാനസികമായിട്ട് ഭയങ്കരമായും ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വാക്ക് ആ പയ്യൻ ചോദിക്കുന്നത്.
ഞാൻ പറഞ്ഞു, ഒരാളങ്ങനെ പറഞ്ഞതല്ലേ, ഞാൻ ഒരു ഉത്തരം പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ വിഷയത്തിന്മേലൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുവാനായി ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ ശക്തമായ ഒരു വാക്ക്, ആ വാക്കാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദൂതിലേക്ക് പോലും എന്നെ കരം പിടിച്ച് നടത്തിയത്. കാരണം ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ശേഷം, ആ വ്യക്തിയുമായി പ്രാർത്ഥിക്കാനിരുന്നതിൻ്റെ ശേഷം എൻ്റെ മുമ്പിൽ പിന്നെ വന്നുപോയ ഒരു 10-16 വ്യക്തികളുടെ ലൈഫിൽ ഈ ദൈവാലോചനയുടെ ഭാഗമായി പരിശുദ്ധാത്മാവ് വിവിധ എപ്പിസോഡുകളെ കണക്ട് ചെയ്ത് ആലോചന പറയുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ലോകവ്യാപകമായി എല്ലാ തകർച്ചകൾക്കും വിധേയരായി പോയവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ ആലോചന മുഖാന്തരം സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാകും, നിങ്ങൾക്കുണ്ടായിരുന്നൊരു വീട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു പെറ്റിനെ നിങ്ങൾക്ക് കാണാതെ പോയിട്ടുണ്ടാകും, നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട നിങ്ങളുടെ ഒരു ഓർണമെൻ്റ് ഒരുപക്ഷെ നിങ്ങളുടെ മിസ്സായിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഭയങ്കരമായും ഇപ്പോൾ കരത്തിൽ വേണ്ട ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ എത്ര തപ്പിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ ഈ മെസ്സേജ് ഒന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് തപ്പാനിറങ്ങൂ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കൂ. നിങ്ങൾക്കൊരു അത്ഭുതം കാണാൻ കഴിയും. ഇന്ന് എനിക്കൊരു 600 പേരുടെ കയ്യിൽ നിന്ന് ദൈവം എനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ ടെസ്റ്റ് മണി ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ 600-ൽ നിങ്ങൾ ഒരാളാകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് കൈമാറുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വേർഡാണ്. അതിങ്ങനെയാണ് പറഞ്ഞത്: അവൻ ജീവനോടിരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടുവെന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു ജീവിച്ചിരിക്കുന്നുവെന്നും ആ യേശുവിനെ നേരിട്ട് കണ്ടുവെന്നും മറിയം വന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരാരും വിശ്വസിച്ചില്ല. മഗ്ദലേന മറിയയുടെ വാക്കുകളെ അവർക്ക് അവിശ്വസിക്കാനേ തരമുണ്ടായിരുന്നുള്ളൂ. കാരണം അവർ കണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നത് അവർ കണ്ടത്, യേശു നിർദ്ധയമായി മർദ്ദിക്കപ്പെടുന്നത് അവർ കണ്ടു, യേശു ക്രൂശുമായിട്ട് പോകുന്നത് അവർ കണ്ടു, യേശുവിൻ്റെ കൈകളിൽ ആണിയടിക്കുന്നതും കാലുകൾ മനോഹരമായി 1000 തവണ ചുംബിക്കേണ്ടതായ ആരാധ്യമായ തൃപ്പാദങ്ങൾ ആണിയാൽ തകർക്കപ്പെടുന്നത് അവർ കണ്ടു. ഈ ലോകത്ത് ഏറ്റവും ആരാധിക്കപ്പെടേണ്ടതായ തൻ്റെ തിരുശരീരം എല്ലാ അവഹേളനങ്ങൾക്കും വിധേയമാകുന്ന കാഴ്ച അവർ കണ്ടു. കർത്താവ് എല്ലാവരുടെയും കൺമുമ്പിൽ ദാഹിച്ചവനും മുറിവേറ്റവനും തളർന്നവനുമായി സ്വന്തം തോളിൽ തല ചായ്ച്ച് ജീവൻ നൽകുന്ന കാഴ്ചയും അവർ കണ്ടു. അരിമത്യയിലെ ജോസഫ് വന്ന് ആ ശവശരീരം താഴേക്ക് ഇറക്കുന്നതും ആ തിരുശരീരം ശീലകളിൽ പൊതിഞ്ഞ് സമ്പന്നമായ ഉന്നതന്മാരായിരിക്കുന്നവർക്ക് ലഭിക്കുന്നത് പോലെ ആചാരശ്രേഷ്ഠതയോടെ ശവസംസ്കാരം നൽകി തൻ്റെ തോട്ടത്തിൽ പണിത കല്ലറയിൽ ആ തിരുശരീരം മറവ് ചെയ്യുന്നതും അതിൻ്റെ കവാടം ഒരു കല്ലുരുട്ടി അടച്ചു വെച്ചിട്ട് അവിടെ നിന്ന് യാത്രയാകുന്നതും പിന്നീട് റോമൻ ഇമ്പീരിയൽ മുദ്രയാൽ ആ കല്ലറ ആരും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് ബന്ദോബസ്ത് ചെയ്ത് കാവൽക്കൂട്ടത്തെ ഏർപ്പാടാക്കുന്നതും അവർ കണ്ടു. ഇങ്ങനെ കൺമുമ്പിൽ കണ്ടതൊന്നും വിശ്വസിക്കാൻ, പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ ആരെക്കൊണ്ടും കഴിയുന്നില്ല. കാരണം അത്രത്തോളം വികാര തീവ്രമായിരുന്നു ആ രംഗം. ഇന്നലെ നിങ്ങളൊരു ഫ്യൂണറൽ സർവീസിൽ പങ്കുചേർന്നു. ഇന്ന് രാവിലെ നിങ്ങൾ അറിയുന്നു ആ വ്യക്തി മരിച്ചിട്ടില്ല. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം? സെയിം സിറ്റുവേഷൻ. നിങ്ങൾ പറയും, ഞാൻ ഇന്നലെ പോയതാണ്, ഞാൻ ആ വ്യക്തിയുടെ മൃതശരീരം കണ്ടതാണ്, ആ ശവമൊക്കെ കഴിഞ്ഞതാണ്, അങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് അറിയാം കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിയുന്നു അങ്ങനല്ല, ആ വ്യക്തി മരിച്ചിട്ടില്ല. അപ്പോൾ അതാരായിരുന്നു? സസ്പെൻസാണ്. അല്ല, മരിച്ചയാൾ തിരിച്ചു വന്നു, പിന്നെ സസ്പെൻസാണ്. ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുകയാണ്. യേശുവിൻ്റെ ജീവിതത്തിന്മേൽ, യേശുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ നടന്ന താടന പ്രക്രിയകളുടെ മൂർധന്യതകൾ നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടവരോടാണ് മഗ്ദലേന മറിയം എന്ന് പറയുന്നത്, ഞാൻ യേശുവിനെ കണ്ടു. കഴിഞ്ഞ 24 മണിക്കൂറുകൾ അല്ലെങ്കിൽ 48 മണിക്കൂറിന് പുറകിൽ അല്ലെങ്കിൽ 72 മണിക്കൂറിന് പുറകിൽ അതിവേദനാ നിർഭരമായി നമ്മൾ സാക്ഷിയായിരിക്കുന്ന കർത്താവിൻ്റെ വേദനാപൂരിതമായ മരണത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ കണ്ണുകളിലെ ഉറക്കത്തെ കഴിഞ്ഞ 3 ദിവസങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൈവിട്ടു പോകുമ്പോൾ, മരണപ്പെട്ടു പോകുമ്പോൾ ഉറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. അത്രമാത്രം കണ്ണുനീരോടും വേദനയോടും കൂടെ കഴിഞ്ഞുകൂടവെയാണ് ഇപ്പോൾ മഗ്ദലേന മറിയം എന്ന് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് ഇനി ആയുസില്ല. കാരണം നിങ്ങൾ കണ്ടത് ശരിയാണ്. എന്ത്? യേശുവിനെ ഈ നിലയിൽ അടക്കം ചെയ്യുന്നത് വരെ നിങ്ങൾ കണ്ടു. പക്ഷേ ഇന്ന് ഞാൻ കണ്ട കാഴ്ച അതിനേക്കാളെല്ലാം ശക്തവും വ്യത്യസ്തവുമായിരുന്നു. എന്താണ് ആ കാഴ്ച?
നമ്മളുടെ കൺമുമ്പിൽ നിർദ്ധയമായി മർദ്ദനങ്ങളേറ്റ്, നമ്മുടെ കൺമുമ്പിൽ ഏറ്റവും വേദനകളേറ്റ്, എല്ലാ അപമാനങ്ങളും സഹിച്ച് ഒരു കുറ്റവാളിയെ പോലെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നിരപരാധിയായി നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതും നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരം മറവ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. പക്ഷേ ആ കർത്താവ് ആരോഗ്യമുള്ളവനായി, സുന്ദരനായി, തേജോമയനായി എൻ്റെ മുൻപിൽ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഞാൻ ആ യേശുവിനെ നേരിട്ട് കണ്ടു. നിങ്ങൾ കണ്ടതും ശരിയാണ്, ഞാൻ കണ്ടതും ശരിയാണ്. സത്യത്തിൽ നമ്മുടെ രണ്ടുപേരുടെയും കാഴ്ചകൾ സത്യമാണെന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ഭാഗമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളുടെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മിസ്സാകുന്നത് നിങ്ങൾ കണ്ടു. ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി എടുത്തു മാറ്റുന്നത് നിങ്ങൾ കണ്ടു. എന്നേക്കുമായി ചിലത് പോയി പോകുന്നത് നിങ്ങൾ കണ്ടു. എന്നാൽ നിങ്ങൾ കണ്ടതല്ല ക്ലൈമാക്സ്. അപ്പുറത്ത് വേറൊരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുമ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു രണ്ടാം ഭാഗമുണ്ട്. നഷ്ടപ്പെട്ടു പോയത്, വേദനയോടെ കൈവിടപ്പെട്ടു പോയത്, സങ്കടകരമായി ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ നൊമ്പരങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ കൺമുമ്പിലൂടെ പടിയിറങ്ങിപ്പോയത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെയും തിരിച്ചെത്തുന്നു. ഇങ്ങനെയുള്ള ഒരു മഹാ അത്ഭുതത്തിൻ്റെ രണ്ടാം എപ്പിസോഡ് പരിശുദ്ധാത്മാവ് നിന്നെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൻ്റെ അടുത്ത പേജിൽ എഴുതി ചേർക്കാൻ പോവുകയാണ്. എന്തെല്ലാം നഷ്ടങ്ങൾ നീ എഴുതിയിട്ടുണ്ടോ, ആ എഴുതിയ നഷ്ടങ്ങളുടെ എല്ലാം അപ്പുറത്ത് ദൈവം എഴുതുന്ന പുതിയ നേട്ടത്തിൻ്റെ പുതിയ അധ്യായത്തിൽ നിനക്ക് മിസ്സായതെല്ലാം ദൈവം നിനക്ക് പിന്നെയും നൽകിത്തരാൻ പോവുകയാണ്. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? തുള്ളി ചാടിക്കൊണ്ട് ഇന്നത്തെ ദൂതൻ ആമേൻ പറഞ്ഞു. കാരണം നിനക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ പോവുകയാണ്. നിനക്ക് കിട്ടത്തില്ലെന്ന് നീ കരുതിയ കൃപാവരം കൊണ്ട് നീ നിറയപ്പെടാൻ പോവുകയാണ്. നിനക്കൊരിക്കലും ലഭിക്കത്തില്ലെന്ന് നീ കരുതിയ ദൈവകൃപയിൽ നീ സമ്പന്നനാകാൻ പോവുകയാണ്. നിനക്കൊരിക്കലും ലഭിക്കത്തില്ലെന്ന് നീ കരുതിയ ആ സമ്പത്തിന് നീ അവകാശിയാകാൻ പോകുകയാണ്. നിന്നെ പറഞ്ഞയച്ചിടത്തേക്ക് ദൈവം നിന്നെ തിരിച്ചു വിളിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിൻ്റെ മഹാനാമത്തിൽ, ശക്തി വൈഭവമുള്ള ആ ഉന്നതമായ വലിയ നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും പടിയിറങ്ങിയതെല്ലാം പടി കയറി വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറന്നകന്നതെല്ലാം തിരിച്ചു പറക്കട്ടെ. നിങ്ങളിൽ നിന്നും ദൂരത്തായി പോയതൊക്കെയും യേശുവിൻ്റെ മഹാനാമത്തിൽ നിങ്ങളോട് അടുത്തു വരട്ടെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയതൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു കൊണ്ടു തരട്ടെ. ആമേൻ. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് എവിടെയെന്നറിയാതെ മറഞ്ഞു കിടക്കുന്ന നന്മകൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കൺവെട്ടത്ത് തിളങ്ങട്ടെ. ഓ ജീസസ്. നിങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തപ്പി മടുത്തിരിക്കുന്നതായ ആ ഡോക്യുമെൻ്റ് അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ ദൂതൻ വന്നെടുത്ത് നിന്റെ കൺവെട്ടത്ത് വെച്ചിട്ട് പോകട്ടെ. ആ ദൈവിക വിടുതലുകൾ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് നടക്കാൻ പോകുകയാണ്. നിന്നെ രക്ഷിപ്പാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഈ ദൈവിക ദൂത് ഞങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവാണ് സൃഷ്ടിച്ചത്. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഈ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്ത് സത്യമാണെങ്കിൽ ഇതിൽ വെളിപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ വ്യക്തിത്വം കർത്താവായ യേശുവാകയാൽ യേശുവിന് മരണത്തിൽ നിന്നും, പാതാളത്തിൽ നിന്നും, അരിമത്യയിലെ ജോസഫിൻ്റെ കല്ലറയിൽ നിന്നും മുറിഞ്ഞ് നാമാവിശേഷമായ തൻ്റെ ശരീരത്തിൻ്റെ ആ പഴയ അവസ്ഥയിൽ നിന്നും ആരോഗ്യത്തോടെ പുറത്തു വരാൻ കഴിഞ്ഞുവെങ്കിൽ ഇത് ദൈവം നിനക്ക് നൽകുന്ന ശക്തമായ ഉത്തരമാണ്. ഇന്ന് ദുരിതം അനുഭവിക്കുന്ന നിന്റെ ജീവിതം പിന്നെയും പുഷ്ടിപ്പെടുമെന്നതിൻ്റെ തെളിവ്. ആമേൻ. കൊഴിഞ്ഞു വീഴുന്ന പൂക്കളെ നോക്കി കരയുന്നതിനേക്കാൾ അപ്പുറത്ത് വിടരാൻ തുടങ്ങുന്ന മുട്ടുകളെ നോക്കി സന്തോഷിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഓ, നിലത്ത് വീണ് ചെതറിക്കിടക്കുന്ന പൂക്കളെ നോക്കി കരയുന്നതിന് പകരം ആ പൂക്കൾ കൊഴിഞ്ഞു പോയതിന് തൊട്ടു താഴെ അതിൻ്റെ 3 ഇരട്ടിയായി വിടരാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന പൂമുട്ടുകളെ നോക്കി പുഞ്ചിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നുവെന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ആ ചെറിയ എഴുന്നേറ്റ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. പാസ്റ്ററെ, ദൈവം എനിക്ക് ഉത്തരം നൽകി. എൻ്റെ ജീവിതത്തിൽ ദൈവം വഴിത്തിരിവുകളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതായ ബോധ്യം എനിക്ക് കിട്ടി. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ 12 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നു. ആ വലിയ അത്ഭുതം എന്ന് പറയുന്നത് തൻ്റെ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ അകത്ത്, തന്നെ മൂടിക്കളഞ്ഞ ഈ ബാധ്യതകളുടെ അകത്ത്, പണ്ട്
താൻ ഇൻവെസ്റ്റ് ചെയ്ത ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും തനിക്ക് ഒരു തുക മെച്ചൂർഡായി കിട്ടുന്നതായ ഒരു വലിയ നന്മയെ ദൈവം പൊക്കിക്കൊണ്ടുവന്നു. അങ്ങനെ പെട്ടെന്ന് തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചില വലിയ വെല്ലുവിളികളെ തനിക്ക് വളരെ ലളിതമായി മറികടക്കാനുള്ളൊരു വാതിൽ തൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. നീ ചിന്തിക്കാത്ത അനുഗ്രഹങ്ങൾ നിന്റെ മുൻപിൽ, നിന്റെ സമീപത്തിൽ ഈ ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാത്ത നിലയിലുള്ള ചില ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികൾ പരിശുദ്ധാത്മാവ് നിന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരാൻ പോവുകയാണ്. അതുകൊണ്ട് നീ കണ്ടതല്ല യാഥാർത്ഥ്യം, ഇതിനപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി പുതിയതൊന്ന് എഴുതുന്നു. പ്രാർത്ഥനയോടെ നമുക്കതിലേക്കൊന്ന് കടക്കാം. ഈ വചനം കേട്ട സകല ഹൃദയങ്ങളോട് ഞാൻ പറയുന്നു, യേശു നിന്നോട് പറയുന്നു, നഷ്ടപ്പെട്ടത് എന്തിനെ ഓർത്താണ് നീ കരയുന്നതെങ്കിലും എനിക്കത് നിൻ്റെ ജീവിതത്തിൽ തിരിച്ചു തരാൻ കഴിയും. ഈ സന്ദേശത്തിന് രണ്ടാം ഭാഗം കൂടിയുണ്ട്. ഞാനത് അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ദൈർഘ്യം കൂടി പോകും. അല്പനേരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം എനിക്ക് കർത്താവ് തരുന്നുണ്ട്. നമുക്കതിലേക്ക് അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഒന്ന് കടക്കാം. വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനം കേട്ടതിലൂടെ നമ്മുടെ ലൈഫിൽ തൊട്ടു മുൻപിലുള്ള സാഹചര്യങ്ങളെ മാത്രം വിലയിരുത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കരുതെന്നും അതിനപ്പുറത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന കർത്താവിൻ്റെ കൈകൾ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നും പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞില്ലേ? അതുകൊണ്ട് ആ ദൈവിക വെളിപ്പാടിനെ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട പല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളെയും ദൈവം നിങ്ങൾക്ക് മടക്കിക്കൊണ്ടു തരും. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിൽ തിരിച്ചെത്തും. നിങ്ങളുടെ കുടുംബത്തിലെ പടിയിറങ്ങിപ്പോയ നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് പിന്നെയും തിരിച്ചു വരും. നഷ്ടമായതും മരണപ്പെട്ടു പോയതും കൈവിടപ്പെട്ടു പോയതുമായ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖകാരണമായ പല ഓർമ്മകളെയും പേറിക്കൊണ്ട് വിഷാദിച്ച് ജീവിച്ചിരുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ തുവാലയാണ് ഇന്നത്തെ സന്ദേശം. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നഷ്ടമായതെനിക്ക് തിരിച്ചു കിട്ടും എന്ന ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കുക. അത് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഓർണമെൻറ്റ്, ഒരു സ്വർണ്ണാഭരണമോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ വീട്ടിലൊരു ഡോക്യുമെൻറ്റോ എന്തുമായിക്കൊള്ളട്ടെ, ഇനിമേൽ നഷ്ടപ്പെട്ടൊരു ജോലി ആയിക്കൊള്ളട്ടെ, കർത്താവ് അതിന് മേൽ ഇപ്പോൾ അത്ഭുതം ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് എനിക്കൊപ്പം പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സന്തോഷകരമായൊരു ജീവിതം ഈ പ്രാർത്ഥനയിലൂടെ തരാൻ പോകുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, യേശുവിൻ നാമത്തിലപ്പ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. പിതാവേ, ഇന്നത്തെ ദൈവിക ആലോചന ഞങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് അധികാരത്തോടും ആധികാരികവുമായി സംസാരിച്ച നിമിഷങ്ങളായിരുന്നു. നീറുന്ന ഹൃദയവുമായി ലോകത്തിൻ്റെ പല കോണുകളിൽ ആയിരക്കണക്കിന് ദൈവമക്കൾ ഇതിന് കേൾവിക്കാരായി തീർന്നു. എന്നാൽ ഈ കാതുകളിൽ ഈ വചനത്തിൻ്റെ ധ്വനി എത്തണമെന്നത് ദൈവം പ്ലാൻ ചെയ്തതാണ്. ഇവരോടുള്ളതായ ദൈവത്തിൻ്റെ ശബ്ദം പറയുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമായിരുന്നു. അരുളി ചെയ്യപ്പെട്ട ദൈവവചനത്തിൻ്റെ പുറകിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വൻ വിടുതലുകളെ പ്രാപിപ്പാൻ കാണുവാൻ ഞങ്ങളെ സഹായിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരിക്കലും തിരികെ കിട്ടില്ല എന്നോർത്ത് ജീവിതത്തിൽ അവസാനിച്ച ചില നന്മകളെ ദൈവം മടക്കി വരുത്തുന്നതിനായിട്ട് സ്തോത്രം. അത് നഷ്ടപ്പെട്ട ഭവനം തിരിച്ചു കിട്ടുന്നത് പോലെ, നഷ്ടപ്പെട്ട ജോലി മടക്കി ലഭിക്കുന്നത് പോലെ, നഷ്ടപ്പെട്ടു പോയ കുടുംബ ജീവിതം തിരിച്ചു കിട്ടുന്നത് പോലെ, നഷ്ടപ്പെട്ടു പോയ ആ പഴയ വിജയകരമായ പ്രതാപങ്ങൾ തിരിച്ചു കിട്ടുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ മാറ്റി എൻ്റെ ദൈവം സ്ഥാപിക്കുന്ന പുത്തൻ അനുഗ്രഹത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇവരുടെ ലൈഫിൽ ഈ നിമിഷം നടക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ വലിയ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ മേൽ നന്മകൾ കൂടി വ്യാപിക്കട്ടെ. പല വഴികളിലൂടെ അനുഗ്രഹങ്ങൾ ഇവരിലേക്ക് വന്ന് നിറയട്ടെ. ഇന്നത്തെ ശൂന്യതകളെ എടുത്തു മാറ്റിക്കൊണ്ട് ഇവരിൽ അനുഗ്രഹങ്ങളെ സൃഷ്ടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ദൈവശക്തി റിലീസ് ചെയ്യുന്നു. പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്ങിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ സങ്കടങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്കതീതമായി സന്തോഷിപ്പാൻ കഴിയുന്ന പുതിയൊരു മനസ്സ് ഇവരിലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്ങളെ
എടുത്തു മാറ്റുന്നു, ആങ്സൈറ്റികളെ എടുത്തു മാറ്റുന്നു, ഉറക്കമില്ലായ്മകളെ എടുത്തു മാറ്റുന്നു, എന്നും കരയുന്ന കണ്ണുനീരിന് കാരണമായിരിക്കുന്ന ദുഃഖങ്ങളെ എടുത്തു മാറ്റുന്നു. പ്രിയപ്പെട്ടവർ ചിലർ വേർപെട്ടു പോയതിൻ്റെ പേരിൽ മാനസികമായി ഉണങ്ങാത്തൊരു മുറിവിൽ നിന്നും രക്തമൂറി ഇറങ്ങുന്നത് പോലെ കണ്ണ് നനഞ്ഞൊഴുകുന്ന ഈ അവസ്ഥയെ ഇപ്പോൾ ഹീല് ചെയ്യുന്നു. സമാധാനം നഷ്ടപ്പെട്ട് മെൻ്റലി വളരെ വീക്കായി ഒരു സൈക്കാട്രിക് മെഡിസിനെ അഭയം പ്രാപിച്ചും മാത്രം ഉറങ്ങുന്നവരെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഹീല് ചെയ്യുകയാണ്. ഇവരുടെ ലൈഫിൽ ഭയങ്കരമായ ചേഞ്ചസ് ഉണ്ടാകട്ടെ. വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ജീവിതത്തിൻ്റെ മാനസിക തലങ്ങളിൽ ഉരുണ്ടുകൂടി അടുക്കടുക്കായി വ്യാപിച്ചു കിടക്കുന്ന എല്ലാ നിലയിലുള്ള കൂരിരുട്ടുകളെയും യേശുവിൻ്റെ നാമത്തിൽ നീക്കം ചെയ്തുകൊണ്ട് ഇവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികൾ ഇവർക്കായി ഉയർന്നു വരട്ടെ. പുതിയ അത്ഭുതങ്ങൾ ഇവരെ തേടി വരട്ടെ. ഇന്ന് നിന്റെ മക്കളുടെ പലരുടെയും ലൈഫിൽ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷ സാക്ഷ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആ സന്തോഷം ഇവരിലേക്ക് വിതച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. വയലിലേക്ക് വിത്ത് വാരി എറിയുന്ന കർഷകനെ പോലെ ഇവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ വിതറി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓരോ നെൽമണിയും ചെന്ന് വീഴുന്നിടത്തു നിന്നും കറ്റകൾ കിളിർത്തു പൊന്തുന്നത് പോലെ ഈ വചനത്തിൻ്റെ പ്രാർത്ഥനാഭിഷേകത്തിൽ അവിടെ നിന്നിൽ പകർന്ന ദൈവരാജ്യത്തിൻ്റെ ഉന്നതമായ അഭിഷേകത്തിൽ ഞാനിപ്പോൾ ഇവരിലേക്ക് വിതയ്ക്കുന്ന ഈ പ്രാർത്ഥനയാൽ, ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാൽ ഇത് ചെന്ന് വീഴുന്ന ഹൃദയങ്ങൾക്കെല്ലാം, ഇത് ചെന്ന് മുഴങ്ങുന്ന സ്ഥാനങ്ങളിലെല്ലാം ഒരു അത്ഭുതങ്ങളുടെയും വിടുതലുകളുടെയും ഒരു കൊയ്ത്ത് യേശുവിൻ്റെ നാമത്തിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പലരുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ശക്തിപ്പെടാൻ കാരണമാകുന്ന വിമോചനങ്ങൾ ലൈഫിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ശത്രുപീഡയാൽ ജീവിതത്തിൽ നന്മകൾ കയറി വരുമ്പോഴേ അതിനെ തല്ലിക്കെടുത്തുന്ന നിലയിലുള്ള സാധാന്യ കൈവെപ്പുകൾ ഇവരിൽ നിന്നും മാറിപ്പോകട്ടെ. എനിക്ക് ഈ കുടുംബത്തിൻ്റെ മേൽ അവകാശമുണ്ടെന്ന് പറയുന്നുകൊണ്ട് പല ഭവനങ്ങളിൽ നിന്നും എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടും പടിയിറങ്ങാതെ കടിച്ചു തൂങ്ങി കിടക്കുന്ന സകല സാധാന്യ ഭ്രമാനുഭവങ്ങളും സകല പിശാചിൻ്റെ ആധിപത്യങ്ങളും അവകാശ സ്വരങ്ങളും ഇന്ന് ഇപ്പോൾ യേശുവിൻ്റെ ചോരയാൽ അത് റദ്ദ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൻ നാമത്തിൽ വിടുതലായി തീരട്ടെ, വിടുതലായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ദൈവ മഹത്വം കൊണ്ട് ഇവർ നിറയപ്പെടട്ടെ. യേശുവിൻ്റെ തേജസ് കൊണ്ട് ഇവർ നിറയപ്പെടട്ടെ. ഇവരുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ് ഒഴുകി വരട്ടെ. ഇവരുടെ അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. ഇവരുടെ ക്ലേശം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി പുതുവഴി തുറന്നു വരട്ടെ. ഈ നിമിഷം തന്നെ ഇവരുടെ ലൈഫിൻ്റെ ട്രാക്ക് വിജയത്തിലേക്ക് മാറട്ടെ. ആ സംശയത്തിൽ നിന്നും, നിരന്തര തകർച്ചയിൽ നിന്നും, നിരന്തര പരാജയ ചിന്തയിൽ നിന്നും ഇവരുടെ മൈൻഡിനെ വിജയത്തിലേക്ക് ഞാൻ എടുത്തു മാറ്റിവെച്ച് അവിടെ അതിനെ ഫിക്സ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലായി തീരട്ടെ. ഹോളി സ്പിരിറ്റ്, എന്നിലുള്ള അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഇവരുടെ പ്രശ്നങ്ങളെ ഞാൻ കുലുക്കുകയാണ്. അത് അഴിഞ്ഞു പോകട്ടെ. ഇവരുടെ മതിലുകളെ ഇടിക്കുകയാണ്. അത് ഉടഞ്ഞു വീഴട്ടെ. അത്ഭുതകരമായൊരു ജയം, വിടുതലിൻ്റെ ഒരു അന്തരീക്ഷം, മഹത്വപൂർണമായൊരു പരിസരാന്തരീക്ഷം ഇവരുടെ ജീവിതത്തിന്മേൽ എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് എഴുന്നേൽപ്പുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവേ, അവിടെ നിന്നിൽ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ഞാൻ അപാരമായി വിശ്വസിക്കുന്നു. നീ എന്നിൽ ചൊരിഞ്ഞ നിൻ്റെ കൃപയിൽ ഞാൻ അപാരമായി വിശ്വസിക്കുന്നു. ഈ നിമിഷം അതിനാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് മേൽ ഡെലിവറൻസ് കൽപ്പിച്ചാക്കി വിടുതൽ കൊടുത്തു പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശു സൗഖ്യപ്രദായകനാണല്ലോ. രോഗികളായിരിക്കുന്ന സകലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ അനാരോഗ്യങ്ങളെയും, അതേത് പേരിൽ അറിയപ്പെടുന്ന ആരോഗ്യ പ്രശ്നമായാലും ഒറ്റ വാക്കിൽ ഞാൻ അതിന് നിവാരണം കൽപ്പിക്കുന്നു. നസ്രായനായ അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെട്ടു വന്ന് പ്രവർത്തിച്ചവനായ
യേശു ക്രിസ്തു എന്ന എൻ്റെ രക്ഷകന്റെ നാമം പറയുന്നു, ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. രോഗങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, എല്ലാ കറുത്ത ചങ്ങലകളും അഴിഞ്ഞു പോകട്ടെ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന സകല കെടുതിയുടെ ആത്മാക്കളും ഇവരെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ദുഷ്ടന്മാർ പലായനം ചെയ്യപ്പെടട്ടെ. ഇവർ ഭവനങ്ങളിൽ ദൈവപ്രസാദം നിറയട്ടെ. ജീസസ്, അതിശയങ്ങൾ നൽകിയതിനായിട്ട് സ്തോത്രം. രോഗശാന്തികൾ വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം. നടക്കാൻ കഴിയാത്തവർ നടക്കട്ടെ, എഴുന്നേൽക്കാൻ കഴിയാത്തവർ എഴുന്നേൽക്കട്ടെ, ബലം പ്രാപിപ്പാൻ കഴിയാഞ്ഞവർ ശക്തരായി തീരട്ടെ. പല പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടവർ യേശുക്രിസ്തു വിജയം നൽകുന്ന ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യം വിശ്വസിക്കാൻ ഇവരുടെ ലൈഫിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയങ്ങൾ ഉണ്ടാകട്ടെ. അടുത്ത സ്കോർ ഇവർ അച്ചീവ് ചെയ്യട്ടെ. ആ എല്ലാ മൊഡ്യൂളും ഇവർക്ക് കരഗതമാക്കാനുള്ള ഭാഗ്യവഴി തുറന്നു വരട്ടെ. ഇവർ ചെല്ലുമ്പോൾ ആ ടെസ്റ്റ് ഇവർ പാസ്സാകട്ടെ. വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഇവരുടെ പേരെഴുതപ്പെടുന്നതിനായിട്ട് സ്തോത്രം. സർവശക്തനായ ദൈവവും ലോകത്തിൻ്റെ പാപവിമോചകനും രക്ഷകനുമായ യേശുക്രിസ്തു എന്ന ദൈവപുത്രനായവൻ്റെ മഹാനാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥനകൾ ദൈവസമക്ഷത്തേക്ക് വെക്കുന്നു. ദൈവപിതാവേ, കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സമ്പൂർണ്ണ പരിഹാരകനാണ്. എത്ര കാഠിന്യമേറിയ ജീവിതത്തിൻ്റെ പരിഹരിപ്പാൻ കഴിയാത്ത വിഷയങ്ങൾക്കും യേശുവിൻ്റെ സന്നിധിയിൽ മറുപടികളുണ്ട്. അത് എങ്ങനെ പ്രാപിക്കാം എന്നത് ചോദിച്ചാൽ കർത്താവായ യേശുവിനെ ആഴമായി വിശ്വസിക്കുക എന്നതാണ് അതിൻ്റെ രഹസ്യം. നമ്മളുടെ കണ്ണിൽ കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞൊരു കാര്യം നമുക്കിനി വിശ്വസിക്കേണ്ടതില്ല. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ കുടുംബസ്ഥനായി താമസിക്കുന്ന ഒരാളാണെന്ന് കരുതുക. നിങ്ങൾക്ക് മക്കളുണ്ട്. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കല്യാണം നാളെ നടക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഇനി എനിക്കത് വിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഞാൻ മാരീഡ് ആണ്. നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ കർത്താവ് വിമോചനം വരുത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ അലട്ടുന്ന പൈശാചിക പ്രശ്നങ്ങൾക്ക് യേശു വിടുതൽ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രോഗങ്ങൾക്ക് യേശു സൗഖ്യം തൻ്റെ ക്രൂശു മരണം വഴി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ ദൈവിക ദൂത് കേട്ട സകലരോടുമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ രോഗികളാണോ? യേശു സൗഖ്യദായകനാണ്. നിങ്ങൾ മനസ്സ് തകർന്നവരാണോ? യേശു ആശ്വാസപ്രദനാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരാണോ? യേശു പ്രത്യാശയുടെ നങ്കൂരമാണ്. ജീവിതം ഇരുളടഞ്ഞു പോയവരാണോ? യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾക്ക് കഴിയാത്ത എല്ലാ ജീവിതത്തിൻ്റെ വൈതരണികളിലും അത്ഭുതങ്ങളുമായി അവിടുന്ന് നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഈ നിമിഷം നമുക്ക് യേശുവുമായി നമ്മുടെ പുതിയ ലൈഫ് ആരംഭിക്കാം. കർത്താവായ യേശുവേ, അങ്ങയെ ഞാൻ എൻ്റെ രക്ഷകനായി, കർത്താവായി, ആരാധ്യനായ ദൈവമായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ അങ്ങയുമായി സജീവമായൊരു ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കൂടാതെ ഇനി എനിക്കാവുകയില്ല എന്ന് ഞാൻ തുറന്നു പറയുന്നു. കർത്താവെ, എന്നെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ ഒരു കുഞ്ഞാക്കി എന്നെ ഈ നിമിഷം മാറ്റണമേ. ഒരു നല്ല അപ്പനായി എൻ്റെ കൂടെ അങ്ങ് എപ്പോഴും ഉണ്ടായിരിക്കണമേ. അങ്ങൻ്റെ രക്ഷകനായി ഞാൻ അങ്ങയെ ഏറ്റുപറയുന്നു. അങ്ങൻ്റെ പാപപരിഹാരകനായി ഞാൻ അങ്ങ് ഏറ്റുപറയുന്നു. അങ്ങൻ്റെ രോഗസൗഖ്യദായകനായി ഞാൻ അങ്ങ് ഏറ്റുപറയുന്നു. അങ്ങൻ്റെ ശാപപരിഹാരകനായി ഞാൻ അങ്ങ് ഏറ്റുപറയുന്നു. അങ്ങൻ്റെ ദോഷനിവാരകനായി ഞാൻ അങ്ങ് ഏറ്റുപറയുന്നു. കർത്താവായ ക്രിസ്തുയേശുവിൽ ഞാൻ ഈ അനുഗ്രഹങ്ങളെല്ലാം ഈ നിമിഷം തന്നെ വിശ്വാസത്തോടെ പ്രാപിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ലളിതമായി നിങ്ങൾ വിശ്വസിച്ച് എന്നോടൊപ്പം പറയുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവവേദ്യമായി തീരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ആത്മീക ജീവിതം അത് കാതലായ ദൈവശക്തിയാൽ നിറയപ്പെടുകയും ദൈവസ്നേഹത്താൽ സമൃദ്ധമാക്കപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിന് ദൈവം ഈ തലമുറയിൽ ഏറ്റവും തൻ്റെ സ്നേഹ പദ്ധതികളാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഉത്തമമായൊരു സ്ഥലമാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച്. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ബുധനാഴ്ചകളിലും നമ്മുടെ കൂട്ടായ്മകൾ സഭയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ബുധനാഴ്ചകളിൽ രാവിലെ 10 മണി മുതൽ ഓൺലൈൻ പ്രയറായിട്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം നമ്മുടെ സഭയിലുള്ള കുടുംബങ്ങളിൽ നമ്മുടെ ഭവന പ്രാർത്ഥനകൾ നടക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ആരാധന നടക്കുന്ന സ്ഥലമായ കോട്ടയത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നു. എല്ലാ ഞായറാഴ്ചയും
കോട്ടയം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭായോഗവും നടക്കുന്നു. നിങ്ങളെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായൊരു മാറ്റത്തിന് കാരണമായി തീരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപാട് പേർ വരികയും അവരുടെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് അത്ഭുതകരമായ വിടുതലുകളും കർത്താവായ യേശുവിൻ്റെ നേരിട്ടുള്ള സ്പർശനവും അനുഭവിക്കുന്നതിന് കാരണമാകുന്നു. നിങ്ങളെ കുടുംബമായി ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ബലം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവചന ശബ്ദവുമായി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടെ ഇത് പങ്കുവെക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിൽ പങ്കാളിയായി അനുഗ്രഹീതരാവുക. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.